പഴയ തലയെടുപ്പും പ്രസരിപ്പൊന്നും ഇല്ലെന്ന് സ്വയം മനസ്സിലാക്കി. മര്യാദക്കാണെങ്കിൽ ആരും കുറ്റിയടിച്ച് കെട്ടാൻ നോക്കില്ല. ഇതങ്ങനെ അല്ലാത്തതാണ് പ്രശ്നം. നിന്നോളം വാക്ചാതുര്യം എനിക്കില്ലാത്തതുകൊണ്ട് തർക്കിക്കാൻ ഞാനില്ല. ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയതാ. പോവുകയും ചെയ്യും. എന്നെ ചോദ്യം ചെയ്യാൻ നീ വരണ്ട. നിങ്ങൾ പോകുന്ന സ്ഥലവും കാണുന്ന ആളെ അറിഞ്ഞില്ലാന്ന് വെച്ച് എനിക്കൊരു സമാധാനം കേടില്ല. നന്ദേണ്ണൻ എന്നോട് പറഞ്ഞേൽപ്പിച്ചത് കൊണ്ട് മാത്രം ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നന്ദേട്ടന്റെ കണ്ണ് വെട്ടിച്ച് പുറത്തു പോകുന്നത് കണ്ടാ തടയണോന്ന്. അത്ര നല്ല ഭാര്യ ആയതുകൊണ്ടാ എന്നോടും കൂടി ഇത് പറഞ്ഞത്. എന്നോട് പറഞ്ഞതേ ഞാൻ ചെയ്യുന്നുള്ളൂ. നിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. അന്ന് എവിടെ പോയി എന്നുള്ള എന്റെ ചോദ്യത്തിന് നീ പറഞ്ഞ ഉത്തരം തന്നെ. ഞാൻ പോകുന്നതും വരുന്നതും ഒക്കെ നോക്കാനും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെ ശകാരിക്കാനും നേർവഴിക്ക് നടത്താനും എന്റെ ഭർത്താവുണ്ട്. ഭർത്താവിന്റെ അനിയന്റെ ഭാര്യ എന്നെ ഭരിക്കാൻ വരണ്ട. പറഞ്ഞത് മനസ്സിലായെങ്കിൽ മുന്നീന്ന് മാറടി അങ്ങോട്ട്. നന്ദേട്ടാ, ഞാൻ നന്ദേട്ടന്റെ ഭാര്യ. നന്ദേട്ടൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ അനുസരിക്കാം. പക്ഷേ ആ പേരും പറഞ്ഞ് ഇവിടെയുള്ളവരാരും എന്നെ ഭരിക്കാൻ വരുന്നത് എനിക്കല്പം ബുദ്ധിമുട്ടാ. നന്ദേട്ടൻ പറയുന്നത് ഞാൻ അനുസരിക്കില്ല എന്ന് കരുതിയിട്ടാണോ നന്ദേട്ടൻ മറ്റുള്ളവരെയൊക്കെ കൊണ്ട് എന്നെ അനുസരിപ്പിക്കാൻ നോക്കുന്നത്? നീ പറയുന്ന മറ്റുള്ളവർ അർച്ചനയാണെങ്കിൽ ഞാനാ പറഞ്ഞത് നിന്നെ ഒന്ന് ശ്രദ്ധിച്ചോളാം. ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നത് കൊണ്ടാണോ എന്റെ അനുവാദമില്ലാതെ നീ ഇപ്പൊ പുറത്തു പോകാൻ തയ്യാറായി നിൽക്കുന്നത്? അർച്ചന ചോദിക്കുന്നതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ ചോദിക്കാം, നീ എവിടെ പോവാ? എന്താ, നീ പോകുന്ന സ്ഥലത്തിന് പേരില്ലേ? അതോ പുറത്തു പറയാൻ പറ്റാത്ത എവിടേക്കെങ്കിലും ആണോ നീ പോകുന്നത്? അങ്ങനെ രഹസ്യമാക്കി പോകേണ്ട സ്ഥലമൊന്നും എനിക്കില്ല. ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ ഇറങ്ങിയതാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? എന്റെ അറിവിൽ നിനക്ക് ഒരേ ഒരു ഫ്രണ്ടേ ഉണ്ടായിരുന്നു, പേര് സന്ധ്യ. ആ ഫ്രണ്ടിനെയാ നീ പാറമടയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. ആ റിലേഷൻ ഇപ്പൊ ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ നിനക്ക് മറ്റേത് ഫ്രണ്ട്? ഭാര്യ എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങുമ്പോ പുറത്തു വന്ന് കാര്യം തിരക്കുകയും അത് വിലക്കുകയും ചെയ്യുന്ന ഒരല്പനായ ഭർത്താവല്ല ഞാൻ. പക്ഷേ നീ എന്നെ അങ്ങനെ ആക്കിയതാണ്. അതിലെനിക്ക് നിന്നോട് ചെറുതല്ലാത്ത അമർഷവുമുണ്ട്. നിന്നെപ്പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ ശരിക്കു പറഞ്ഞാൽ മുറിയിൽ പൂട്ടിയിടുകയാണ് ചെയ്യേണ്ടത്. ഞാനത് ചെയ്യാത്തത് ഏതൊരു മനുഷ്യനും മൂക്കിൽ വിരൽ വെക്കുന്ന നിന്റെ ചെയ്തികളെക്കുറിച്ച് ഇവിടെയുള്ള എന്റെ പാവം അച്ഛനും സഹോദരനും അറിയണ്ടെന്ന് കരുതിയിട്ട് മാത്രമാ. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത് നീ. അർച്ചനയടക്കം ഇവിടെയുള്ളവർ നിന്നെ ഭരിക്കാൻ വരുന്നുവെങ്കിൽ നീ ഓർത്തു നോക്ക്, ചെങ്കോലും കിരീടവും നിന്റെ കയ്യിലായിരുന്ന കാലത്ത് നീ ഇവരെയൊക്കെ എത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. നീ നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ നീ പോകുന്നതും വരുന്നതൊക്കെ നോക്കാനും നിന്നെ ശകാരിക്കാനും നേർവഴിക്ക് നടത്താനും നിനക്ക് ഭർത്താവുണ്ട്. ആ ഭർത്താവാണ് പറയുന്നത് കയറിപ്പൊടിയത്ത് കയറി പോവാൻ.
നമ്മൾ തമ്മിൽ ചെറിയൊരു ഇടപാടുണ്ട്. ഒരു 9 ലക്ഷത്തിന്റെ. നീയും നിന്റെ കുടുംബവും എല്ലാം കൂടെ വൃന്ദാവനം വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങുമെന്ന അവസ്ഥ വന്നപ്പോ ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് നിനക്ക് തന്ന ആ 9 ലക്ഷം, ഇപ്പൊ ആ 9 ലക്ഷം പലിശയും ചേർത്ത് 9,54,000. കുറച്ചു മാസങ്ങൾ കൂടി കഴിയുമ്പോ അത് 10 ലക്ഷം. എന്റെ മുതലും പലിശയും എന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കാദ്യം. എന്നിട്ട് മതി നെല്ലിശ്ശേരി വീട്ടിൽ നീയായിട്ട് പുതിയൊരു ഭരണഘടന ഉണ്ടാക്കുന്നതും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും. ചേച്ചി ഇവരോട് ലക്ഷത്തിന്റെ കണക്കൊക്കെ പറഞ്ഞാലേ ഇവരിപ്പോ തല കറങ്ങി വീഴും. ആദ്യം 9 ലക്ഷത്തിന് എത്ര പൂജ ഉണ്ടെന്ന് ചോദിക്കും. അതുപോലെ അറിയാൻ വഴിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എടുത്തി എടുത്തെന്താ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുന്ന? ഏയ്, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കായിരുന്നു. ശരിക്കും ആലോചിച്ചിട്ടും കാര്യമില്ല. അവന്തിയടുത്തേയും അനഘയും പറയുന്നത് ഞാൻ കേട്ടു. എടുത്തിക്കത് വല്ലാതെ വിഷമമായെന്ന് മനസ്സിലായി. നമ്മുടെ ഗതികേടിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? കടോ എന്ന് പറയുന്നത് വല്ലാത്തൊരു ബാധ്യത തന്നെയാ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അത് പെരുകുന്നതല്ലാതെ തീരുന്നില്ല. നീ കേട്ടില്ലേ അവന്തികയെ അനഘയെ അവിടെ നിന്ന് പറഞ്ഞത്? എന്റെ സ്വഭാവത്തിന് എന്റെ വീട്ടുകാരാരെയും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതാ. ഞാനും എന്റെ കുടുംബവും അവർക്ക് കടക്കാരായതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അന്ന് എല്ലാവരോടും പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. അന്നത്തെ അവസ്ഥ നിനക്കും അറിയാവുന്നതല്ലേ. അവന്തിക ഇങ്ങനൊരു സഹായം ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിട്ടാണോ? ഒരു കണക്കിന് അന്ന് അവന്തിക സഹായിച്ചത് നന്നായി. ഇല്ലേ, നിന്റെ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് അത് ഇതിനിടയ്ക്ക് സച്ചി അറിഞ്ഞേനെ. നിന്റെ ജീവിതത്തിനും കൂടി അതൊരു പ്രശ്നമായേനെ. ഇനി ഈ പണത്തിന്റെ പേരും പറഞ്ഞ് ആരും നമ്മളെ ഒന്നും പറയരുത്. ആ പൈസ നമുക്ക് നാളെ തന്നെ കൊടുത്തേക്കാം. എവിടുന്ന്? അന്ന് എന്താണോ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത് അത് തന്നെ ചെയ്യാം. എന്റെ ആഭരണങ്ങളെല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് വിറ്റോ പണയം വെച്ചോ നമുക്ക് നാളെ തന്നെ പൈസ തിരിച്ചു കൊടുത്തേക്കാം. സച്ചി അറിഞ്ഞ? സച്ചേട്ടൻ അറിഞ്ഞാലും എന്നെ ഒന്നും പറയില്ല. പിന്നെ ഞാൻ സച്ചേട്ടനോട് പറയാത്തത് എന്റെ വിവാഹ ആവശ്യത്തിന് കൂടി ചെലവാക്കിയ പൈസ ഈ കടം. അത് ഞാൻ എങ്ങനെയാ സച്ചേട്ടനോട് ചോദിക്കുന്നത് എന്ന് കരുതിയാ? പിന്നെ ആഭരണത്തിൽ പകുതിയും സച്ചേട്ടൻ വാങ്ങിത്തന്നതാ. എന്തൊക്കെയായാലും നമ്മുടെ നിവൃത്തിയുടെ എന്തിനാ ഭർത്താവാണെങ്കിൽ പോലും സച്ചേട്ടനെ അറിയിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഞാനിത് സച്ചേട്ടനോട് പറയുന്നില്ല. എത്ര രൂപയാണോ കൊടുക്കേണ്ടത് അതിൽ നിന്നൊരു നയാ പൈസ പോലും കുറയാതെ നമ്മൾ നാളെ കൊടുത്തിരിക്കും. ഇത് അർച്ചന എടുത്തേക്ക് തരുന്ന വാക്കാ. അല്ലെങ്കിൽ ഇന്ന് ഏട്ടത്തി പറഞ്ഞ പോലെ നാളെ നമ്മുടെ അച്ഛനെയോ അമ്മയോ അനുപേണ്ണയോ ഒക്കെ അവർ പറയും. ഒരു കാര്യത്തിനും ഞാനും എൻ്റെ കുടുംബവും അവന്തിക എന്ന സ്ത്രീയുടെ മുമ്പിൽ തല താഴ്ത്തി കണ്ണു നിറഞ്ഞു നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എടുത്തി ധൈര്യമായിട്ടിരിക്കുക. നാളെ ഈ സമയത്തിന് മുമ്പേ തന്നെ ആ വലിയ കടം അർച്ചന തന്നെ തീർക്കും. വാക്ക്.
നിനക്കെന്നോട് നല്ല ദേഷ്യമുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്റെ കണ്ണൊന്ന് പിഴച്ചുപോയി. പണ്ടേ അവന്റെ 2 കാലം മുറിച്ചിട്ട് പിടിച്ച് പൂട്ടിയിടണമായിരുന്നു. അത് ചെയ്യാതിരുന്നതാ നമ്മുടെ തെറ്റ്. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മാവൻ വിട്. അതോർക്കും തോറും എന്റെ തല പെരുക്കുക. അമ്മാവന്റെ ഒരു കൈപ്പിഴ കൊണ്ട് ഞാനിപ്പോ എന്തൊക്കെയാ വീട്ടിൽ അനുഭവിക്കുന്നതെന്നറിയോ? മാനസിക പീഡനം മാത്രമല്ല, ദേഹോപദ്രവം വേറെ. എനിക്കറിയാം അയാളുടെ ഉദ്ദേശം എന്താന്ന്. എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലണം. അനുവാദം വാങ്ങാതെ പുറത്തു പോരുതെന്ന് അവന്റെ ഇപ്പോഴത്തെ ഉത്തരവ്. നന്ദനും അർച്ചനയും പുറത്തുപോയ ഗ്യാപ്പിലാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. തിരികെ ചെല്ലുമ്പോ അവനും അവളോട് ഉണ്ടെങ്കിൽ അപ്പ ചോദ്യം ചെയ്യാൻ വരും. ഇന്നും ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ അമ്മാവ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാലല്ലേ പറ്റൂ. അതിനാ ഞാൻ അമ്മാവനെ ഒന്ന് കാണാന്ന് കരുതി വന്നേ. നീ പറഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലായത്, നന്ദൻ നിന്റെ മുന്നിൽ മാത്രം നിന്റെ ശത്രുവും മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെ സ്നേഹിക്കുന്ന ഭർത്താവുമായിട്ടാണ് ആ വീട്ടിലിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവന്റെ ഉദ്ദേശം നേരത്തെ നീ പറഞ്ഞത് തന്നെയാണ്, ഇഞ്ചിഞ്ചായി നിന്നെ ഇല്ലാതാക്കുക. ഇതിനിപ്പോ 2 വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നുകിൽ എല്ലാത്തിനും നിന്ന് കൊടുത്തിട്ട് തക്കം കിട്ടുമ്പോൾ തിരിച്ചടിക്കുക, അതല്ല എങ്കിൽ ഒന്നിനും നിന്നു കൊടുക്കാതെ വെട്ടി നിരത്തുക. ഇതിൽ രണ്ടാമത്തേത് ഞാൻ ആദ്യം പറയാം. സഹികെട്ട് നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും പെട്ടെന്നൊരു മോചനം വേണമെങ്കിൽ നന്ദനും അർച്ചനയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടിസ്റ്റ് ഉണ്ടാവണം. അതായത് ആ വീട്ടിൽ ആരെങ്കിലും കൊല്ലപ്പെടണം. ആ ക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ നീയാണെന്ന് അവർക്ക് മനസ്സിലാവുകയും വേണം. നന്ദൻ തിരികെ വന്നിട്ടും അവന്തിക ഇപ്പോഴും പഴയ അവന്തികയാണെന്നും പകരം വീട്ടാനുള്ള മനസ്സും ധൈര്യവും ഇപ്പോഴും കൈമോശം വന്നിട്ടില്ല എന്നും അവർ മനസ്സിലാക്കണം. അത് നന്ദൻ തന്നെയായാൽ അത്രയും നല്ലത്. നന്ദൻ ഇല്ലാതായി കഴിഞ്ഞാൽ പഴയ പ്രൗഢിയോടെ നിനക്ക് വീണ്ടും നെല്ലിശ്ശേരിയിൽ തന്നെ തുടരാം. നീയാണ് ഇതിനൊക്കെ പിന്നിലെന്ന് അർച്ചന ആരോടെങ്കിലും പറഞ്ഞാലും അവിടെ ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി ആദ്യത്തേത് പറയാം. എടുത്തു ചാടി ഒന്നിനും മുതിരാതിരുന്നാൽ ഇനി മുന്നോട്ടവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. അർച്ചന ഇടപെട്ട് ചിലപ്പോ നന്ദൻ നിന്നോട് ക്ഷമിച്ചു എന്ന് വരാം. നന്ദൻ തിരികെ വന്ന് നിന്നെ പരസ്യമായി ഒന്നും പറയാത്തതും അവനെ നമ്മൾ കഷ്ടപ്പെടുത്തിയതൊക്കെ മറച്ചു വച്ചിരിക്കുന്നതിന്റെ കാരണം നിനക്കറിയാമോ? ആ അർച്ചന പറഞ്ഞിട്ടാണെന്ന് എന്നോട് പറഞ്ഞേ. അർച്ചന എന്തു പറഞ്ഞു? അർച്ചന പറഞ്ഞത് ഇത്രയേ ഉണ്ടാവൂ: സേതുമാധവന്റെ ജീവൻ. അത് നിലനിർത്തിക്കൊണ്ടു പോകാനാണ് നിന്നോടൊരു പരസ്യമായ യുദ്ധത്തിന് അവർ തയ്യാറാകാത്തത്. എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരുമ്പോൾ സേതുമാധവൻ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള അവരുടെ സംശയം. സത്യാവസ്ഥ മുഴുവൻ അറിയുമ്പോൾ ഹാർട്ട് പേഷ്യൻ്റായ സേതുമാധവന്റെ മനസ്സ് പിടഞ്ഞ് അയാളെങ്ങനെ തട്ടിപ്പോയാലോ എന്നുള്ള പേടിയും, ആ പേടിയും സംശയവും മുൻനിർത്തിക്കൊണ്ട് വേണം ഇനി നമുക്ക് കളിക്കാൻ. നന്ദനോ അർച്ചനയോ തൽക്കാലത്തേക്കെങ്കിലും ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. ആ ഗ്യാപ്പിൽ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തു വയ്ക്കണം. തക്കം നോക്കി എല്ലാത്തിനെയും മുകളിലേക്ക് പറഞ്ഞു വിടണം. ഇതാണ് ആദ്യത്തേത്. ഇതിൽ ഏത് വേണമെന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം. ആദ്യത്തേതാണ് ശരിക്കും സേഫ്. സേതുമാധവനെ അടക്കം നെല്ലിശ്ശേരിയിലെ മണ്ടശിരോമണികളെ കാത്തിരുന്ന് തീർക്കുക. അമ്മാവൻ പറഞ്ഞതിൽ 2-1 ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് രണ്ടാമത്തേതായിരിക്കും. കാരണം നന്ദനും അർച്ചനയും ചേർന്ന് എല്ലാ തരത്തിലും എന്നെ താഴ്ത്തിക്കളഞ്ഞു. ഇനി പഴയ നിലയിലേക്ക് ഉയരാനും പഴയ അവന്തികയെ തുടരാനും എനിക്ക് കഴിയണമെങ്കിൽ അമ്മാവൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് ഞാൻ മുഖവിലക്കെടുക്കേണ്ടത്. നെല്ലിശ്ശേരി വീട്ടിലെ ആരെങ്കിലും മരിക്കണം. സേതുമാധവൻ എന്ന ഹാർട്ട് പേഷ്യന്റ് മരിച്ചു വീഴാൻ പോകുന്നത് മൂത്ത മകനായ നന്ദന്റെ പടുമരണം കണ്ടാവണം.
ഇന്ന് രാത്രി തന്നെ ഞാൻ അവനെ കൊല്ലും. ഇത്രയും നാളും നന്ദന്റെ വിധവ എന്ന് അഭിനയിച്ച ഞാൻ ആ വിധവയുടെ വസ്ത്രം മനഃപൂർവ്വമായിട്ടെടുത്ത് അണിയാൻ പോവാ. താലി കെട്ടിയവന്റെ നെഞ്ചിൽ ഇന്ന് കത്തി കുത്തിയിറക്കും ഈ അവന്തിക. ഭർത്താവ് മരിച്ച ദുഃഖത്തിൽ നാളെ ഞാൻ അലമുറയിട്ട് കരയുമ്പോ എന്നെ ആശ്വസിപ്പിക്കാൻ അമ്മാവൻ നെല്ലിശ്ശേരിയിൽ ഉണ്ടാവണം. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല നന്ദൻ. അവന്തികയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കണം. അതും അവളുടെ കള്ളക്കളികൾ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് തന്നെ. ഇത് ഞാൻ മുൻപ് അർച്ചനയോടും പറഞ്ഞിട്ടുള്ളത്. അവൾ ഇനിയും ആ വീട്ടിൽ തുടരുന്നത് നമുക്ക് എല്ലാവർക്കും അപകടമാണ്. അതെനിക്കറിയാത്തത് കൊണ്ടല്ല സന്ധ്യ. അവന്തിക അവിടെയുള്ള ഓരോ നിമിഷവും കരുതി തന്നെയാ ഞാൻ ജീവിക്കുന്നത്. ഒറ്റയടിക്ക് പുറത്താക്കിയാൽ പിന്നീടുണ്ടാകാൻ പോകുന്ന സംഭവങ്ങളാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ. പുറത്താക്കുമ്പോൾ അവൾ ഹരിഹരനുമായി ചേർന്ന് കൂടുതൽ ഉപദ്രവകാരി ആവുകയുള്ളൂ. തന്നെയുമല്ല, അങ്ങനെ വീട്ടിൽ നിന്ന് മാറ്റിയാൽ ഇപ്പം ഞാൻ വിലക്കിയ പല കാര്യങ്ങളും അവൾക്ക് പുറത്തു നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. വീടിൻ്റെയും ഓഫീസിൻ്റെയും എല്ലാ കാര്യങ്ങളും അവന്തികയ്ക്ക് കാണാപ്പാടമാണ്. അതൊക്കെ നമുക്ക് അപകടമായി വരികയും ചെയ്യും. അതുകൊണ്ട് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് ഈ സാഹചര്യത്തിൽ മണ്ടത്തരമാണ്. അവളെ വെച്ച് ചില കണക്കുകൂട്ടലുകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. അവളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം. നെല്ലിശ്ശേരി വീട്ടിലെ എല്ലാവരെയും കൊല്ലണമെന്ന ലക്ഷ്യത്തോടെയാ അവന്തിക ഇപ്പൊ അവിടെ കഴിയുന്നത്. നന്ദനിൽ നിന്ന് തിരിച്ചടി കിട്ടി നിവർത്തി കെടുമ്പോ എന്നോ ചെയ്യാനെന്ന പകപോക്കൽ ഇപ്പൊ എന്തുകൊണ്ടായിക്കൂടാന്ന് അവന്തിക ചിന്തിച്ചാൽ ചിലപ്പോ ആ നിമിഷം നമുക്ക് അവളെ തടയാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഇതെല്ലാം എല്ലാവരെയും അറിയിക്കണമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയാകുമ്പോ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുകയും ചെയ്യും. എല്ലാം എല്ലാവരും അറിയിക്കണമെന്ന് പറയുന്നിടത്ത ഡോക്ടർ എൻ്റെ പേടി. ബാക്കിയുള്ളവരൊക്കെ ഒരു ഞെട്ടലിന് മാത്രം കേൾക്കുന്ന ഈ കാര്യം അച്ഛൻ്റെ ചെവിയിലെത്തുമ്പോൾ അതെങ്ങനെയായി മാറുമെന്ന് വലിയൊരു പേടിയുണ്ട് എൻ്റെ മനസ്സിൽ. അതുകൊണ്ടാ ഞാനും ഇത്രയും കാലം എല്ലാം മറച്ചു വെച്ചത്. അവൻ്റെ അടുത്തെ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട് പാവം നമ്മുടെ അച്ഛൻ. എല്ലാം ഒറ്റയടിക്ക് കേട്ടാ എങ്ങനെ പ്രതികരിക്കുന്നോ, അച്ഛൻ്റെ മാനസികാവസ്ഥ എന്തായി തീരുമെന്നൊന്നും അറിയില്ല. ഇപ്പോഴുള്ള നന്ദേട്ടൻ്റെ പെരുമാറ്റത്തിലൂടെ ചിലപ്പോൾ ഏട്ടത്തി നന്നായെങ്കിലോ, ഒന്നും ചെയ്യാനാവാതെ പകയെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞാലോ. അതുകൊണ്ട് അർച്ചന പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവന്തികയോടൊപ്പം ഇനിയൊരു ജീവിതം എനിക്കില്ല അർച്ചനെ. അർച്ചനയും സന്ധ്യയും അവന്തിക ചെയ്തതൊക്കെ അറിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അനുഭവിച്ചിട്ടില്ല. എന്നാ അതെല്ലാം അനുഭവിച്ച ആളാ ഈ ഞാൻ. എനിക്കൊരിക്കലും അവളോട് ക്ഷമിക്കാനാവില്ല. അവൾ നമ്മുടെ വീട്ടിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാവരെയും കൊല്ലാനാ. അങ്ങനെയുള്ളവളെ എന്തു പറഞ്ഞാണ് നമുക്ക് നന്നാക്കാൻ പറ്റുന്നത്?
നന്ദന്റെ അർച്ചനയുടെയും യുക്തിക്കനുസരിച്ച് ഓരോന്ന് ചെയ്താൽ മതി. അവന്തികയെ സൂക്ഷിക്കണമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. അറിയാ സന്ധ്യ, ഇത്രയും നാൾ ഞാൻ അനുഭവിച്ചതൊക്കെ ഇനിയാണ് അവന്തിക തിരിച്ചനുഭവിക്കാൻ പോകുന്നത്. അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്തതും കൊല്ലരുതെന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചതും അവളെ എല്ലാം അറിയിക്കാൻ വേണ്ടി തന്നെയാ. എല്ലാത്തിൻ്റെ അവസാനം എന്താവുമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം.